ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു എസ് ക്രിയേറ്റീവ് ആരി വർക്ക്. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ ആരി നീഡിലും നോർമൽ നീഡിലും ഒരുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഡിസൈനാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്, അതുപോലെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ കൂടിയാണ്. അപ്പോൾ ആരി വർക്ക് ചെയ്യുമ്പോൾ ആദ്യം ചെയിൻ സ്റ്റിച്ചിലാണ് തുടങ്ങുന്നത്. 2 or 3 ചെയിൻ സ്റ്റിച്ച് നമുക്ക് കൊടുക്കാവുന്നതാണ്. 2 ചെയിൻ സ്റ്റിച്ചാണ് ഞാൻ ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഈ വർക്കിന് നല്ല സാധാരണ എല്ലാ വർക്കുകൾക്കും ഞാനൊരു 2 ചെയിൻ സ്റ്റിച്ച് വരെ കൊടുക്കാറുള്ളൂ. അപ്പോൾ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചെയിൻ സ്റ്റിച്ചിന് വേണ്ടിയിട്ട് ജെറി ത്രെഡും തുളിപ്പ് നീഡിലുമാണ് എടുത്തിരിക്കുന്നത്. ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ബ്ലൗസാണ് എൻ്റെ കയ്യിൽ വർക്ക് ചെയ്യാൻ കിട്ടുന്നതെങ്കിലും ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ ഒരു ക്ലോത്ത് ഫ്രെയിമിലേക്ക് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാറ്. ഈ ഒരു സാരിയിൽ ഗോൾഡൻ ത്രെഡ് വന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ എടുത്തിരിക്കുന്ന ബീഡ്സുകളെല്ലാം ഗോൾഡൻ തന്നെയാണ്. വേറെ ഒരു കളറ് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഞാൻ എടുത്തിരിക്കുന്ന ബീഡ്സ് ഏതൊക്കെയാണെന്നൊന്ന് നമുക്ക് നോക്കാം. റൗണ്ട് ബീഡാണ്. സൈസ് പറഞ്ഞു തരാൻ അറിയില്ല. ആ ഒരു ബീഡിനെക്കാളും കുറച്ചുകൂടെ ചെറുതായിട്ടുള്ള ഒരു ബീഡാണിത്. ഇത് നമ്മുടെ വീറ്റ് ബീഡാണ്. അത്യാവശ്യം വലിപ്പമുള്ളത് തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ 2 സൈസാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് നമ്മുടെ കുന്തൻ സ്റ്റോൺസാണ്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഗോൾഡൻ സീക്വൻസാണിത്. ഇതിന് അത്യാവശ്യം വലിപ്പമുള്ള തന്നെ ഒരു സീക്വൻസാണിത്. ഷുഗർ ബീഡ്സാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു വൈറ്റ് സ്റ്റോണും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ബ്ലൗസ് ചെയ്തെടുക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ഇനി ഞാൻ എങ്ങനെയാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നതെന്നൊന്ന് ശ്രദ്ധിച്ച് നോക്കാം.
ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് വന്നപ്പം കുറച്ച് ലെങ്തി ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ പാർട്ട് 1 പാർട്ട് 2 ആയിട്ടാണ് ഇടുന്നത്. ആരി നീഡിൽ ഉപയോഗിച്ച് ചെയ്യുന്നത് പാർട്ട് 1ഉം നോർമൽ നീഡിൽ ഉപയോഗിച്ച് ചെയ്യുന്നത് പാർട്ട് 2 ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്.